ശ്രീലങ്കയിൽ സംഭവിച്ചത് എങ്ങനെയാണോ അത് തന്നെയാണ് ബംഗ്ലാദേശിലും ഉണ്ടായത്. ബംഗ്ലാദേശിലെ സമ്പദ്ഘടന തകരുന്നു കോവിഡിന് ശേഷം. അതോടുകൂടി സർക്കാരിനെതിരെയുള്ള ജനരോഷം വരുന്നു. അതിനൊരു കാരണം നോക്കിയിരിക്കുമ്പോഴാണ് ജോലി സംവരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്ഥിതി വന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നേപ്പാളിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അത് വെറും ഒരു ഇൻ്റർനെറ്റ് നിരോധിച്ചത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളായി നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്വജനപക്ഷപാതം. നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞാൽ നെപ്പോട്ടിസം കാണിക്കുന്ന നേതാക്കളുടെ മക്കൾ എന്നുള്ളതാണ്. നെപ്പോ കിഡ്സ് എന്ന ഹാഷ്ടാഗിൽ ഒരു വളരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അവിടുത്തെ നേപ്പാളിൽ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഒന്ന് മാവോയിസ്റ്റാണ്, മറ്റേത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ്, മൂന്നാമത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഉണ്ട്. ഈ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേപ്പാളീസ് കോൺഗ്രസും ആരും മോശമല്ല. പ്രചണ്ഡയ്ക്കെതിരെയൊക്കെ കേസോട് കേസാണ്. ഇപ്പോഴുള്ള ഓലിക്കെതിരെയും കേസോട് കേസാണ്. എല്ലാവർക്കുമെതിരെ അഴിമതി കേസുകൾ ഇഷ്ടം പോലെ. എന്ന് മാത്രമല്ല, ഇവരുടെയൊക്കെ മക്കൾ അതേസമയം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും അവിടുത്തെ മുഴുവൻ സുഖലോലുപത ആസ്വദിക്കുകയും ആ പടങ്ങളൊക്കെ ട്വിറ്ററിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇടുകയും ചെയ്തപ്പോൾ അതിനെതിരെ തുടങ്ങിയ ക്യാമ്പയിനാണ് നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന 2 ഹാഷ്ടാഗുകളും തുടങ്ങിയ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ ഒരു ഘട്ടം എത്തുമ്പോഴാണ് എന്നാൽ പിന്നെ ഇവരെ അങ്ങ് നിരോധിച്ച് കളയാമെന്ന് വിചാരിക്കുകയും കോടതി വഴി ഇവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇവരെ നിരോധിക്കുമെന്ന് പറയും. അത് നിരോധിക്കുകയും ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം.